എല്ലാം പറഞ്ഞ് മനസ്സിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൻ്റെ സിറ്റുവേഷൻസ് ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് പെരുമാറണമെന്നോ ഇടപഴകണമെന്നോ ഒരു പെൺകുട്ടി എങ്ങനെ പെൺകുട്ടിയുടെ എങ്ങനെ നമ്മൾ ഇടപഴകണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആൺകുട്ടികൾക്ക് മനസ്സിലാക്കുക. ആൺകുട്ടികൾ ഒരു ജോലി ഇങ്ങനെ ഈ ജോലികളൊന്നും ചെയ്യാൻ പാടുന്ന ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് എന്താ പറയുക അവർക്ക് ഭയങ്കര ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും അതായത് പല പേരൻസും അച്ഛനാവട്ടെ അമ്മയാവട്ടെ കൂടുതലും അമ്മമാർ കേട്ടോ. അമ്മമാരെന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 12 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് അഡ്വൈസുകൾ പറഞ്ഞു കൊടുക്കും അല്ലേ. പക്ഷെ എത്ര പേരൻസ് അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് ആൺകുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ അഡ്വൈസ് പറഞ്ഞിട്ടുണ്ടാവും? അത് എത്ര പേരുണ്ടെന്ന് ഇവിടെ കമന്റ് ഇടുന്നു, അത് വേറെ കാര്യം, കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്ക് 12 വയസ്സാവുന്ന സമയത്ത് നമ്മുടെ എല്ലാ അമ്മമാരും അച്ഛന്മാരും അധികം അമ്മമാരാണ് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇനിമേൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾ പറയാറില്ലേ എന്താ പറയുക, ഇന്ന് നമ്മൾ മറ്റുള്ള ഒരാളെ നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ ഇങ്ങനെയാണ് നടക്കാൻ, നമ്മൾ വന്നിട്ട് എല്ലാവരെയും നമ്മൾ ഒരേപോലെ കാണണം. അങ്ങനെ ഒരുപാട് അഡ്വൈസുകൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാണ്ട് അവരുടേതായിട്ടുള്ള ഇതിൽ അല്ലേ. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ പേരൻസും ഇതിൽ എത്ര പേരൻസ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മമാരെന്ന് അറിയില്ല ആൺകുട്ടികൾക്ക്. അപ്പോൾ എല്ലാ അമ്മമാരും 12 വയസ്സായിട്ടുള്ള ആൺകുട്ടികൾക്ക് 12 വയസ്സ് മുതൽ ആൺകുട്ടികൾക്കും ഇതേ അഡ്വൈസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ പറയുക, അപ്പോഴേ ആ കുട്ടികൾക്ക് അതായത് ഒരു പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ എന്താ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ നടക്കണം, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ നമ്മൾ അതായത് കുറച്ച് ഉയർന്നവനോ അല്ലെങ്കിൽ കുറച്ച് താഴ്ന്നവനോ അങ്ങനെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ പഠിക്കുക. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയിട്ടും എന്താ പറയുക സന്തോഷത്തോടു കൂടിയിട്ടും സംസാരിക്കാൻ പഠിക്കുക. എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് അഡ്വൈസുകൾ നമ്മൾ ആൺകുട്ടികൾക്ക് കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ എത്ര അമ്മമാരെ കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, കൊടുക്കുന്ന ആൾക്ക് കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മളുടെ വീട്ടിലോട്ട് അതായത് നമ്മളൊരു പെൺകുട്ടിയെ ബഹുമാനിക്കാനും ഒരു പെൺകുട്ടിയെ എന്താ പറയുക സ്വന്തം പെങ്ങളായിട്ട് കാണാനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ആൺകുട്ടികൾക്കെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ആ കുട്ടിയുടെ മൈൻഡിൽ അത് പോയി വരുന്ന സമയത്ത് ആ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്ത് ആ കുട്ടിയുടെ ലൈഫിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണോ ഒരു ലൈഫിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പലരും പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇതാക്കുക അല്ലേ. നമ്മൾ പറയാറുണ്ടല്ലോ, ഓരോ പേരൻസും പറയാറുണ്ട് എന്താ പറയുക ഇങ്ങനെ കല്യാണം ഇതാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ആൺകുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കേണ്ടതെന്നോ ഒരു സ്വന്തം പെങ്ങളായിട്ട് കാണണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നീ ഇനി വളർന്ന് വലുതായി നീ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ നമ്മളെങ്ങനെ നമുക്ക് മര്യാദ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം തന്നെ ഒരു കുട്ടിയുടെ മനസ്സിൽ പോയി ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും പറയണമെന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ വളർത്തുന്നോ അതേപോലെ അഡ്വൈസുകൾ നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് മാത്രം അഡ്വൈസ് കൊടുക്കണോണ്ട് കൊതില്ല, ആൺകുട്ടികൾക്ക് നമ്മൾ അഡ്വൈസ് കൊടുത്ത് മനസ്സിലാക്കണം. കാരണം അങ്ങനെ ഒന്നും അറിയാത്ത ആൾക്കാരാണ് അതായത് പിന്നീട് വളർന്ന് ഇതാവുന്ന സമയത്തൊക്കെ ഒരു പെൺകുട്ടിയെ അത് സ്വന്തം വൈഫ് ആയിക്കോട്ടെ അവരെ പോലും മര്യാദ എന്താണെന്നോ ബഹുമാനം എന്താണെന്നോ ഒന്നും അറിയാത്ത ഇതാകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എത്രയോ പേരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയണത്. പക്ഷേ നമ്മൾ ഒരു ആൺകുട്ടിക്കും ഇതേപോലെ അഡ്വൈസ് കൊടുക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഒരുപാട് സ്കൂൾസിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾ അവരുടെ ഓരോരോ വളർച്ചയിലും അവർ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ അല്ലേ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ എത്ര ഒരു 10-25 വയസ്സായാൽ പോലും അമ്മ പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ അവരോടൊരു പേടി, അതായത് ബഹുമാനം കലർന്ന ആ ഒരു പേടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പേടിയുള്ള എത്രയോ ആൺകുട്ടികളുണ്ട് നമ്മുടെ ലോകത്ത്, അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ നേരെ ഓപ്പോസിറ്റും ഉണ്ട് അല്ലേ. അപ്പൊ 2 വിധമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടീനെ കൊണ്ടുപോകുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടിക്ക് എന്താ പറയാ
പിന്നീട് ഉപയോഗപ്രദമാകുന്നത്. പിന്നെ ഒരു കുട്ടി ഇതായി കഴിഞ്ഞാൽ നമ്മൾ പേരൻസിനെ കുറ്റം പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതോ മനസ്സിലാക്കി കൊടുക്കുക. ബാക്കിയൊക്കെ ആ കുട്ടിയുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ ആയിരിക്കും, വിധി എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ ആയിരിക്കും. പിന്നെ കുറേയൊക്കെ നമ്മളെ മാറ്റാനും ശ്രമിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒരു ഇതൊന്നുമില്ല. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറില്ല, ഞാൻ തന്നെ ഇപ്പം മീനൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മളിതുണ്ട്. ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇതാവണം, നമ്മൾ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ തുറന്നാലും കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കുട്ടി ഏജന്റ് ആവുന്ന ആ ഒരു സമയം, അതൊക്കെ ഞങ്ങളിപ്പോൾ തന്നെ മീറ്റിനോടൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ്, ഇത് ചെയ്യണം, അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ആൺകുട്ടിക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മര്യാദ കൊടുക്കാനും, പുറത്തുള്ള എല്ലാ ആൾക്കാർക്കും മര്യാദ കൊടുക്കാനും, നമ്മളെ എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും, പിന്നെ നമ്മൾ നടക്കുന്ന വഴികൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഒരു ബാഡ് ഹാബിറ്റ് നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ ഒരു ഗുഡ് ഹാബിറ്റ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ഈസി അല്ല. അതേപോലെ തന്നെ ഒരു ഗുഡ് നെയിം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ബാഡ് നെയിം നമുക്ക് ഒരു സെക്കൻഡോട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും അല്ലേ. അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, പല പാരൻസും അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരൊന്നും ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് അഡ്വൈസ് കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഫോൺ യൂസിങ് ആയാലും ശരി ഒരു ലിമിറ്റിംഗ് വരെ, എല്ലാത്തിനും ഒരു ലിമിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മളുടെ വീട്ടിൽ നമുക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതായത് എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴേ ആ കുട്ടിക്ക് എന്താ പറയുക, നമ്മൾ പറഞ്ഞ പെൺകുട്ടികൾ കൊടുക്കുന്ന അതേ അഡ്വൈസ് തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആൺകുട്ടികൾക്കും അതാണ്. അതേപോലെ 12 വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഓരോ ആൺകുട്ടികളും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പഠിച്ച് വലുതായി അത് തനിയെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ കുട്ടികൾ കഷ്ടപ്പെടും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തിനാണ് അമ്മയുണ്ട്, അങ്ങനെയല്ല. അമ്മ ഉള്ളവരെ അമ്മ ചെയ്യും, വീട്ടിലുള്ളവരെ വീട്ടിൽ നോക്കും അല്ലേ. ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി വർക്കായിട്ട് അവർ പല സ്ഥലങ്ങളിലും ഹോസ്റ്റലുകളിൽ പോയി താമസിക്കേണ്ട പിള്ളേരാണ്. അപ്പോൾ ആ സമയത്ത് പല കുട്ടികളും ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടി നോക്കി നിന്നു, ആ കുട്ടിക്ക് ചെയ്യുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ പേരൻസിന് നിങ്ങൾ കുറ്റം പറയേണ്ടതാവും. അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും, അതായത് പേരൻസിനെ അവർ കുറ്റം പറയാം. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ അതിന് മുമ്പ് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ കടമയാണ് എല്ലാം നോക്കിയത്, പക്ഷേ ചെയ്യാൻ പറയണം. അതായത് അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ആൺപിള്ളേർ അടുക്കളയിൽ കയറാൻ പാടില്ല, ആൺപിള്ളേർ ജോലി ചെയ്യുന്നത് എന്തോ വലിയ ഇതാണെന്ന്. ഒരിക്കലുമല്ല. ആണിനും പെണ്ണിനും ഒരേ ഇതാണുള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. പെൺകുട്ടി ഒരു ഗ്ലാസ് ചായ വെക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടിക്കും പോയി ചായ വെക്കാം, ആ കുട്ടിയുടെ അമ്മയെ സഹായിക്കാം. അങ്ങനെ എത്രയോ കുട്ടികൾ നമുക്ക് അറിയുന്ന, പേഴ്സണലി എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു കുക്കിംഗ് എന്താണെന്നും, അല്ലെങ്കിൽ ഇപ്പൊ സഞ്ജുവിനൊക്കെ അത്യാവശ്യം എനിക്കിതൊന്നും അറിയാം. കാരണം അവൻ ചിക്കൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ്, ബ്രെഡ് റോസ്റ്റ് അങ്ങനെ ചെറിയ ഇതൊക്കെ ചെയ്യും കേട്ടോ. ഈ വാഷിങ് അങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യുന്നതേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമ്മൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലേ അവരുടെ ലൈഫിൽ അവർക്കത് യൂസ്ഫുൾ ആവും. ആ കുട്ടിയുടെ ലൈഫിലോട്ട് വരുന്ന ഒരു പെൺകുട്ടി, അതായത് വൈഫൊന്നും ആയ ഒരു കുട്ടി വരുന്ന സമയത്തും ആ കുട്ടിക്കും ആ കുട്ടിയുടെ അടുത്തും അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ രീതി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എങ്ങനെ വളർത്തി, എൻ്റെ അമ്മ എങ്ങനെ വളർത്തിയിരിക്കുന്നു പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ആ കുട്ടിക്കും അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു ഇതിൽ പോകും. അപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചത്. പെൺകുട്ടിയാണ് ചൂലെടുത്ത് അടിക്കാൻ പാടുള്ളൂ, ആൺകുട്ടികൾ ചൂലെടുത്ത് വെച്ചാൽ എന്തോ വലിയ അയ്യോ ചൂട് തൊടാൻ പാടില്ല ആൺകുട്ടികൾ, ഒന്നുമില്ല. ആൺകുട്ടികൾക്ക് മടിച്ചു വരാം, തുടയ്ക്കാം, എല്ലാ ജോലിയും വീട്ടിലുള്ള എല്ലാ ജോലിയും നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് നമ്മുടെ അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ഓരോ കുട്ടികൾ. കാരണം പിന്നീട് നമ്മളിപ്പോൾ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ഓരോരോ 5 പേരുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ കുട്ടികളായിരിക്കും ക്ലീനിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ച ഓരോ ആൾക്കാരായിരിക്കും ക്ലീനിങ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ പഠിച്ചാലേ നമുക്ക് അപ്പോഴേക്കും നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. നമ്മളാ ശരി എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. എല്ലാ അതായത് ഒരു ചുടുവെള്ളം തിളപ്പിക്കുന്നതിന് തൊട്ടിട്ട് ഒരു ചായ ഇടുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും ആൺകുട്ടികൾ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ
യൂസ്ഫുൾ ആവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതിന് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഈ 12 വയസ്സാകുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ അവരുടെ യൂസ് ചെയ്യുന്ന ഷൂ അതെങ്ങനെ കഴുകണം, വാഷ് ചെയ്യണം. സൺഡേ ആയിക്കഴിഞ്ഞാൽ സാറ്റർഡേ ലീവ് ഉണ്ടെങ്കിൽ സൺഡേ ലീവ് ഉണ്ടെങ്കിൽ കഴുകി വാഷ് ചെയ്ത് അവരോരോ ബാഗ് അവരോരോ ഇതിൽ കഴുകി, അതൊക്കെ നമ്മൾ ഓരോ കുട്ടികൾ പറഞ്ഞ് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാൻ നോക്കും. ഇപ്പം നമ്മൾ സ്കൂളിൽ തന്നെ പറയാറില്ലേ ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്? കാരണം അത് അവർക്ക് അത് യൂസ്ഫുൾ ആവും, അവരുടെ ലൈഫിൽ പിന്നീട് അവർക്ക് അത് യൂസ്ഫുൾ ആവും. നമ്മളിതൊന്നും പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും പറയുക, പിന്നീട് ആ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് നമ്മൾ എല്ലാം പറഞ്ഞ് മനസ്സിലേക്കുള്ള എല്ലാ കാര്യങ്ങളും, വീട്ടിൻ്റെ സിറ്റുവേഷൻസ്, ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് പെരുമാറണമെന്നോ ഇടപഴകണമെന്നോ, ഒരു പെൺകുട്ടി എങ്ങനെ പെൺകുട്ടിയുടെ എങ്ങനെ നമ്മൾ ഇടപഴകണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആൺകുട്ടികൾക്ക് മനസ്സിലാക്കുക. ആൺകുട്ടികൾ ഒരു ജോലി ഇങ്ങനെ ഈ ജോലികളൊന്നും ചെയ്യാൻ പാടുന്ന ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് എന്താ പറയുക, അവർക്ക് ഭയങ്കര കഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ പറയുന്നത്. ഇതേപോലെ എത്ര പേരൻസ് ഇതേപോലെ എന്താ പറയുക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇതാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു, ഇത് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലോട്ട് തോന്നിയ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നി, ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് ബെറ്റർ ആയിരിക്കുമെന്ന്. അല്ലേ, നല്ല പെൺകുട്ടിക്ക് മാത്രമല്ല ആളുകൾ നമ്മളൊക്കെ പറഞ്ഞ് മനസ്സിലാവുക അവിടെ തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ. എന്താ പറയുക, നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ കൂടെ തന്നെ എടുത്ത് പറയും സഞ്ജുവിന് അങ്ങനെ കാര്യങ്ങൾ എന്താക്കുക. നമ്മൾ ഫസ്റ്റ് അവർക്ക് ദേഷ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം നമ്മൾ നോക്കാൻ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോഴേ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ഒന്നും, അല്ലെങ്കിൽ എത്രയോ ഭർത്താക്കന്മാരുണ്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ചായ കൂടി ഇടാതില്ല. അതെ, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇടാനറിയാം. പക്ഷെ ഭർത്താവ് ചായ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെ ഇതാവുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവേ നമ്മളൊരു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കഷ്ടങ്ങൾ നമ്മൾ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതാവരുത്. നമ്മുടെ വീട്ടിലെ കഷ്ടം ഇതാണ്. ഇന്ന് നമുക്ക് എന്താ പറയുക മീൻകറി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് രസം കൂട്ടിയിട്ടായിരിക്കും ഫുഡ് കഴിക്കാൻ പറ്റും. ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല, അല്ലെ, കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടായിരിക്കും ചമ്മന്തി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇത് കഴിക്കണു, നാളെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനോടും ഇതായിട്ട് മുന്നോട്ട് പോകാനും എല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വീട്ടിലെ കഷ്ടം എങ്ങനെയാണ്, നമ്മളുടെ കഷ്ടം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ആൺകുട്ടികളോടായാലും പെൺകുട്ടികളായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് തോന്നണം, ഓ നമ്മുടെ വീട് എങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ കഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവർക്കൊരു ഇത് വരുമോ, ഞാൻ എത്രയോ കുട്ടികൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇതായിട്ടുണ്ട്, അല്ലേ, ഞാൻ ഇതാവണം അങ്ങനെയൊക്കെ. അങ്ങനെ എത്രയോ മുൻപിനെടുക്കണം, എന്നെ തന്നെ എടുക്കാം. ചെറിയ കാര്യം വലിയ ഇതായിട്ടൊന്നും പറയില്ല, പൊതുവെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അത് നമുക്ക് നമ്മുടെ ലൈഫൊക്കെ ഇതാവുന്ന സമയത്ത്, നമ്മൾ ഒരു ഇതായിട്ടുള്ള സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ലേ ദൈവം കുറച്ച് സൂക്ഷിക്കാൻ സമയം കൊടുക്കത്തുള്ളൂ. അതേപോലെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം ചെറുപ്പത്തിൽ കഷ്ടപ്പെടുന്നോ നമ്മൾ അത്രത്തോളം നമുക്ക് ലൈഫിൽ സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ പഠിക്കേണ്ട സമയങ്ങളിൽ പഠിക്കാൻ സമയം പറയുക. പഠിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. എല്ലാം പാരൻസ് പറഞ്ഞു തരണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ ഒരു കണ്ണ് നമ്മുടെ കുട്ടികളുടെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിട്ടെ, അവരുടെ പിന്നാലെ വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ, എന്ത് കാര്യത്തിലായാലും കേട്ടോ. അതേപോലെ മൊബൈൽ തന്നെ യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാത്തിനും ഒരു ടൈമിങ് കൊടുക്കുക, ഒരു ടൈം പഞ്ച്വാലിറ്റി ഇതാണെന്നുള്ളത് കൊടുക്കുക. ഉറങ്ങാനായിട്ടൊരു സമയം, ഭക്ഷണം കഴിക്കാൻ ആ ഒരു സമയം, എല്ലാത്തിനും അങ്ങനെ ഒരു ചിട്ടയോടുകൂടി നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത്, ആ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്ത് അത് അവരുടെ മക്കൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ആ കുട്ടികളെ കൊണ്ട് പറയാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കും. എൻ്റെ അച്ഛനും എന്നെ എങ്ങനെ വളർത്തിയത്, ഇതേപോലെ ആയിരിക്കണം നീ എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളായിട്ട് പറയണേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊക്കെ എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് എന്താ പറയുക, ആൺകുട്ടികളെ ഇതായിട്ടുള്ള അമ്മമാരെ ഉറപ്പായിട്ടും നിങ്ങൾ 12 വയസ്സിന് ഇതിലുള്ള കുട്ടികൾക്ക് നിങ്ങളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് എനിക്ക് പറയാനും, മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ ആവശ്യമില്ലാത്തതിൽ പോയിട്ട് കൂട്ടുകെട്ടുകൾ, പിന്നെ അങ്ങനെയൊന്നും ഇതാവാതിരിക്കുക. ഒരു ഇതിലോട്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ പാരൻസിനോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. സംസാരിച്ചിരിക്കണം എന്ന് പറയുക. നമ്മൾ അവരൊക്കെ എത്രത്തോളം ഫ്രണ്ട്ലി ആയിരുന്നോ അവരും നമ്മളോട് അത്രത്തോളം ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയായിട്ട് മാറാൻ ശ്രമിക്കുക. ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലൈഫിൽ അവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലൈഫിൽ അവർക്ക് ഇതുപോലെയൊക്കെ യൂസ്ഫുൾ ആവും.
അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ തോന്നി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റീസ്.